രാഹുൽ ഈശ്വർ ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്, സാമൂഹ്യ നിരീക്ഷകൻ. ശ്രീ രാഹുൽ ഈശ്വർ, സർക്കാർ ഇപ്പോൾ ഒരു പിടിവാശിയിലേക്ക് പോവുകയാണ്. സ്പോട്ട് ബുക്കിംഗ് വേണ്ട, 80,000 ഭക്തരെ അവിടെ ഒരു ദിവസം ദർശനം നൽകുക എന്ന് പറയുമ്പോൾ സ്പോട്ട് ബുക്കിംഗ് അപ്രത്യക്ഷമാവുകയാണ്. അതാണ് നമ്മളെ സംബന്ധിച്ചോളം നമ്മൾ ഉയർത്തുന്ന പ്രധാനപ്പെട്ട ഒരു കൺസേൺ. അതിനർത്ഥമുണ്ടോ? തിരുത്തപ്പെടേണ്ട വ്യവസ്ഥയല്ലേ ഇത്? തീർച്ചയായിട്ടും അതിൽ വലിയ ആശങ്കയുണ്ട്. കാര്യം ശബരിമല വരുന്ന ആൾക്കാർ നമുക്ക് വലിയൊരു ശതമാനം, എസ്പെഷ്യലി സീസണിൽ വരുന്നത് തമിഴ്നാട്, ആന്ധ്ര, കർണാടക, മഹാരാഷ്ട്ര തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നാണ്. അവർ പലരും ഓൺലൈൻ യൂസ് ചെയ്യുന്നവരായിരിക്കണമെന്ന് നമുക്ക് നിർബന്ധം പിടിക്കാനാവില്ല. പലരും കൂട്ടമായിട്ടാണ് വരുന്നത്, വലിയ ഗ്രൂപ്പുകളായിട്ടാണ് വരുന്നത്. അപ്പോൾ സ്പോട്ട് ബുക്കിങ്ങിന്റെ ഭാഗം ഇല്ലെങ്കിൽ ഇവരിവിടെ വന്നിട്ട് ഇവരെ തിരിച്ചയക്കാൻ നമുക്ക് പറ്റുമോ? 80,000 എന്ന് പറയുമ്പോൾ 80,000 ഒരു ബഫറും കൂടി സർക്കാർ മനസ്സിൽ കാണണമെന്നുള്ളതാണ് എനിക്ക് അഭ്യർത്ഥന. അതുകൊണ്ട് തീർച്ചയായും സ്പോട്ട് ബുക്കിംഗ് മാറ്റുക, ഇല്ലാതാക്കുക എന്നുള്ളത് അപ്രായോഗികമാണ്. കുറെ കൂടെ പ്രാക്ടിക്കലായ തീരുമാനം സർക്കാരിന്റെ ഭാഗത്ത് ഉണ്ടാവും എന്നുള്ളതാണ് പ്രതീക്ഷ. ഒരുപക്ഷെ ഗവൺമെന്റിന്റെ മനസ്സിൽ അത് സ്പോട്ട് ബുക്കിംഗ് ഇല്ല എന്ന് പറഞ്ഞിട്ട് പക്ഷെ കുറച്ചു പേർക്ക് കൊടുക്കാമെന്നോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കാം. പക്ഷേ തീർച്ചയായും സ്പോട്ട് ബുക്കിംഗേ ഇല്ല എന്ന് പറയുന്നത് അപ്രായോഗികമാണ്. അതുകൊണ്ട് ഓൺലൈൻ ബുക്കിംഗ് വേണം. അതോടൊപ്പം വരുന്നവർക്ക് അപ്പൊ ഉള്ള ആൾക്കാരെ തമിഴ്നാട്ടിൽ നിന്നും ആന്ധ്രയിൽ നിന്നും വന്നവരെ നമ്മൾ എങ്ങനെയാ തിരിച്ചയക്കാൻ കഴിയുക? അപ്പോൾ കുറെയെങ്കിലും സ്പോട്ട് ബുക്കിംഗ് വേണം എന്നുള്ളൊരു പ്രായോഗികത മനസ്സിൽ വേണം. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇത് ഒക്ടോബറായി, അതായത് ഇനി ഒരു മാസമേ ഉള്ളൂ, അല്ലെങ്കിൽ 40 ദിവസമേ ഉള്ളൂ. അപ്പം കുറച്ചുകൂടെ മുമ്പേ ഇത് കൃത്യമായ ഒരു അവയർനെസ് കൊടുക്കേണ്ടതായിരുന്നില്ലേ? അതായത് ആൾക്കാർക്ക്, പ്രത്യേകിച്ച് അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്നവർക്ക് കുറച്ചുകൂടെ മുമ്പേ അങ്ങനെ കൃത്യമായി ഒരു ബോധവൽക്കരണവും കാര്യങ്ങളും ഒക്കെ ചെയ്യാനുള്ള സമയവും ഇതിനില്ല. അതുകൊണ്ട് ഒരു കുറെ കൂടെ അക്കോമഡേറ്റീവായ പ്രായോഗികമായ ഒരു കാര്യത്തിലേക്ക് എത്തുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കുറച്ചെങ്കിലും സ്പോട്ട് ബുക്കിംഗ് അക്കോമഡേറ്റ് ചെയ്യാനുള്ള ഒരു രീതി കൂടി മനസ്സിൽ കണ്ടില്ലെങ്കിൽ ഒരുപാട് പേരെ തിരിച്ചയക്കേണ്ടി വരും എന്നുള്ളൊരു വിഷമകരമായ അവസ്ഥ നമ്മളിൽ ഉണ്ടാകും. അങ്ങനെ ഉണ്ടാകാതിരിക്കണം എന്നുള്ളതാണ് നമ്മുടെ എല്ലാവരുടെയും അഭ്യർത്ഥന. കാര്യം 41 ദിവസമൊക്കെ വ്രതം എടുത്തിട്ട് വരുന്നവർ ദർശനം കിട്ടാതെ തിരിച്ചു പോകുന്നു എന്ന് പറയുന്നത് അത് വലിയ രീതിയിൽ അവർക്ക് വേദനയും വിഷമവും ഉണ്ടാകും. അത് നമ്മുടെ സംസ്ഥാനത്ത് തന്നെ ഒരു മോശകരമായ അവസ്ഥ ഉണ്ടാക്കും. കാര്യം വിശ്വാസികളല്ലേ ഇത്രയും ബുദ്ധിമുട്ട് ദൂരെ നിന്ന് വരുമ്പോൾ ഒക്കെ ഉണ്ടാകുന്ന ഈ പ്രശ്നം നമ്മൾ കാണാതിരിക്കരുത്. അതുകൊണ്ട് രണ്ടും ആവശ്യമാണ്. ഈ സ്പോട്ട് ബുക്കിങ്ങിന്റെ നമ്പർ കുറയ്ക്കാമെന്നോ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ തെറ്റില്ല. പക്ഷെ സ്പോട്ട് ബുക്കിങ്ങേ ഇല്ല എന്ന് പറയുന്നത് അപ്രായോഗികമാണ്.